ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതുതായിട്ട് റിലീസായിട്ടുള്ള ഒരു തെലുങ്ക് ക്രൈം ത്രില്ലർ മൂവിയാണ്. കഥയുടെ പേര് ഗെയിം ഓൺ. കിഡിലോസ്കി മൂവി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഓരോ നിമിഷവും ട്വിസ്റ്റ് കൊണ്ട് നിറച്ച നമ്മളെ പിടിച്ചിരുത്തുന്ന അടിപൊളി ഒരു കഥയാണിത്. കഥ കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ ഇതുപോലൊരു കഥ മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തെറ്റും. അവസാനമാകുമ്പോൾ ട്വിസ്റ്റുകളുടെ മാല പടക്കുന്നതിനെ പൊട്ടാനുണ്ട്. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. പിന്നെ എൻ്റെ എല്ലാ ചങ്ക് കൂട്ടുകാരികളും നല്ല അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ ഒരു മോട്ടിവേഷനായിട്ട് ആകെ ചെയ്തു തരേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ മറക്കാതൊന്ന് ലൈക്ക് ചെയ്യില്ലേ. കഥ ഇഷ്ടപ്പെട്ടാല് ഇതുപോലുള്ള കഥകളിൽ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് ഒരു പ്രായമായിട്ടുള്ള ഒരു മുത്തശ്ശൻ അങ്ങേരെ ഏതോ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായിട്ട് കുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ക്രൈം സീനിലേക്ക് ജനങ്ങളും പോലീസൊക്കെ തടിച്ചൂടാണ്. അങ്ങേരോട് പോലീസ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ ഒരു പ്രായത്തില് നിങ്ങൾ ഈ കൊലപാതകം ചെയ്തത്? എന്നാൽ അയാള് മറുത്തൊന്നും പറയുന്നില്ല. അതുപോലെ മീഡിയയും അയാള് ചെയ്ത ക്രൂരതകള് ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുകയാണ്. അടുത്ത സീനില് നമ്മൾ കാണുന്നത് 10 വർഷം മുമ്പ് നടന്ന ചില ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് കഥയുടെ ആരംഭത്തില് ആ ഒരു വയസ്സായ വ്യക്തി ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയിരുന്നില്ലേ, അപ്പോൾ ആ ഒരു കേസ് ഫയല് സാഗർ എന്ന ഒരാള് വേറെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വരികയാണ്. എന്നാൽ ആ ഒരു ഫയല് ചെക്ക് ചെയ്യുന്നില്ലേ, അങ്ങേര് മുഖം മറച്ചിട്ടുണ്ട്. ആ ഒരു മുഖം മൂടി പറയുന്നുണ്ട്, സാഗർ നീ ഈ ഹെൽപ്പ് മാത്രം ചെയ്താൽ പോരാ, എനിക്ക് വേറെ ചില ഹെൽപ്പും കൂടി വേണം. അങ്ങനെ ഓൾറെഡി സാഗർ ചെയ്തതിന് അവന് പൈസ കൊടുക്കുമ്പോൾ സാഗർ എന്ത് ഹെൽപ്പാണ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന് മറുത്ത് എന്താണ് അയാൾ പറഞ്ഞത് എന്ന് നമ്മൾ കാണുന്നില്ല. അടുത്ത സേല് നമ്മൾ കാണുന്നത് നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള സിദ്ധാർത്ഥ് ജോലി ചെയ്യുന്ന കമ്പനിയാണ്. ഈ ഒരു കമ്പനി എന്ത് കമ്പനി എന്ന് വെച്ചാൽ ഈ ഗെയിമൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഗെയിം ഡെവലപ്മെന്റ് കമ്പനിയാണ്. നമ്മുടെ സിദ്ധാർത്ഥിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അതുപോലെ അതേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മോക്ഷ എന്ന ഒരു പെൺകുട്ടിയെ കുറച്ച് നാളായിട്ട് അവൻ പ്രണയിക്കുന്നുണ്ട്. അതുമാത്രമല്ല അവര് തമ്മിൽ ഒരു ലിവിംഗ് റിലേഷൻഷിപ്പിലുമാണ്. അങ്ങനെ മോക്ഷയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ സിദ്ധാർത്ഥിന്റെ ബോസ് വന്നിട്ട് പറയുന്നുണ്ട്, പൊന്നുമോനെ നിന്റെ ജോലി വളരെ മോശാട്ടാ, കുറച്ചധികം നാളായി നീ ഒരു ഡെവലപ്മെന്റിൽ ഇരുന്നിട്ട് അടുത്ത 10 ദിവസത്തിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ വേറെ നല്ലൊരു ഡീല് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ജോലി നോക്കണ്ട. എന്നാൽ സിദ്ധാർത്ഥ് ഞാന് വേഗം തന്നെ ജോലി തീർത്തോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ 10 ദിവസം കൊണ്ട് ആ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്യാം, അതത്ര എളുപ്പമല്ല. അതോർത്തിട്ട് ടെൻഷൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, ഈവനിങ് ഞാൻ വീട്ടിലേക്ക് വരാം, നമുക്ക് ശരിക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ആ പ്രൊജക്ട് തീർത്താളയാം. അതിന് ഒരു കാര്യം ചെയ്താൽ മതി, ഹെൽപ്പ് ഞാൻ ചെയ്യാം, എനിക്ക് കുടിക്കാൻ ബീർ വാങ്ങി വെച്ചേക്ക്. അങ്ങനെ ബീർ വാങ്ങാനായിട്ട് ATM-ൽ പൈസ ചെക്ക് ചെയ്യുമ്പോൾ ആകെ അക്കൗണ്ടിലുള്ളത് 400 രൂപ മാത്രമാണ്. അങ്ങനെ ആ പൈസയും വിഡ്രോ ചെയ്യാണ്. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം നമ്മുടെ സിദ്ധാർത്ഥ് മോക്ഷയും ഫ്രണ്ടുമായിട്ട് സംസാരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് ജോലി കളയാൻ പറ്റില്ല, വരുമാനം കുറച്ച് മോശമാണെങ്കിലും ആകെ ഒരു പിടിവള്ളി ഇത് മാത്രമാണ്. അപ്പൊ ഫ്രണ്ട്, നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾ വരും, അതിന് എന്തെങ്കിലും സൊല്യൂഷനും ഉണ്ടാവും, അത് കണ്ടെത്തിയ പ്രശ്നം സോൾവ്. അങ്ങനെ എങ്ങനെയാണ് ആ ഒരു പ്രൊജക്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥിന്റെ മൈൻഡിൽ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. അതായത് തന്റെ മുത്തശ്ശനും ഫ്രണ്ട് പറഞ്ഞ പോലെ തന്നെയായിരുന്നു തന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരുന്നത്. അതായത് പ്രശ്നങ്ങൾ പലതും വരും, അതിന്റെ സൊല്യൂഷൻ നമ്മുടെ കൺമുമ്പിലുണ്ടാവും, അത് കണ്ടെത്തിയാൽ മതി. അങ്ങനെ കുറച്ചു നേരം ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. അതായത് കുറച്ച് നാൾ മുൻപ് നമ്മുടെ ഹീറോ ചെയ്തു കൊടുത്തൊരു വർക്ക് ഒരു ക്ലയന്റിന് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ ഒരു കാർഡ് എടുത്തിട്ട് അങ്ങേരുടെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമ്മുടെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, നമുക്ക് ഇങ്ങോരോട് നമ്മുടെ പ്രൊജക്ടിന് ഒരു സ്പോൺസർഷിപ്പ് ചോദിക്കാം. അങ്ങനെ അടുത്ത ദിവസം കമ്പനിയിൽ എത്തിയപ്പോൾ ഹീറോയുടെ ഫ്രണ്ടിലെ അവനൊരു വലിയ കമ്പനി ഓണറുടെ കയ്യിൽ നിന്ന് നമ്മുടെ നെക്സ്റ്റ് പ്രൊജക്ടിന് സ്പോൺസർഷിപ്പ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോസിലെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ആ ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെച്ചതും അങ്ങനെ കോൺടാക്ട് ചെയ്തതും അത് നമ്മുടെ ഹീറോ അല്ലേ. എന്നാൽ അവന്റെ കഷ്ടപ്പാട് ഫ്രണ്ട് ചതിച്ചു കൊണ്ടുപോകണം. എന്നാൽ സങ്കടത്തിൽ നമ്മുടെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ശരിക്കും അത് എന്റെ കഷ്ടപ്പാടാ, ഞാനാണ് അങ്ങേരുടെ അടുത്തുനിന്ന് സ്പോൺസർഷിപ്പ് വാങ്ങിയത്. എന്നാലും ബോസ് കേൾക്കണ്ടേ, അങ്ങേര് നിന്റെ വീടലൊക്കെ കയ്യിൽ വെച്ചാൽ മതി, നിന്നോട് ഓൾറെഡി ഞാൻ പറഞ്ഞതാ, പ്രൊജക്റ്റോ നിനക്ക് തീർക്കാൻ പറ്റിയില്ല, എന്നിട്ട് വേറൊരുത്തൻ ചെയ്തതിനെ നീയാ ചെയ്തെന്ന് അവകാശപ്പെടുന്നു, നിനക്കിനിവിടെ ജോലിയില്ല. അവന്റെ ചുറ്റിലും കൂടിയ എല്ലാ ആളുകളും അവനെ കളിയാക്കുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് മറ്റൊരു ഷോക്ക് നമ്മുടെ ഹീറോയെ കാത്തു നിൽക്കുന്നത്. അതായത് തന്റെ ലവറായിരുന്ന മോക്ഷയിലെ അവളും അവന്റെ ഫ്രണ്ടും തമ്മിൽ ക്ലോസ് ആയിരിക്കാണ്. ആ കാഴ്ച കണ്ടപ്പോൾ താൻ സ്നേഹിച്ചവർ തന്നെ ചതിക്കാണല്ലോ എന്ന് അവന് വല്ലാതെ സങ്കടാവുന്നുണ്ട്. മോക്ഷയുമായിട്ട് നമ്മുടെ സിദ്ധാർത്ഥ് ചെലവഴിച്ച ആ ഒരു നിമിഷങ്ങളൊക്കെ അവന് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മോക്ഷയും ഫ്രണ്ടും വരികയാണ്. എന്നാൽ ദേഷ്യത്തില് നമ്മുടെ ഹീറോയിലെ അവളുടെ കഴുത്ത് പിടിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, നിനക്ക് ഇപ്പൊ വന്ന ഈ ഒരു ദേഷ്യമില്ലേ
ഇതിന്റെ പകുതിയെങ്കിലും നമ്മൾ ഒന്നിച്ചുള്ളപ്പോൾ ബെഡിൽ നീ കാണിച്ചിട്ടുണ്ടെങ്കിലേ എനിക്കതിന്റെ ആവശ്യമില്ലായിരുന്നു. ഇനിയിപ്പോ ദേഷ്യം കാണിച്ചിട്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ശരിക്കും നമ്മുടെ സിദ്ധാർത്ഥിന് ആ ഒരു സ്പോൺസർഷിപ്പ് കിട്ടിയിരുന്നില്ലേ, അതിനെക്കുറിച്ച് ആദ്യമായി ഡിസ്കസ് ചെയ്തത് മോക്ഷയുമായിട്ടായിരുന്നു. അതിനുശേഷമാണ് മോക്ഷ അത് ഫ്രണ്ടിനോട് പറയുന്നതും അത് ഉപയോഗിച്ചിട്ട് അവര് സ്പോൺസർഷിപ്പ് അടിച്ചെടുക്കുന്നതും നമ്മുടെ ഹീറോയുടെ ജോലി തെറിക്കുന്നതും. എന്നാൽ ഫ്രണ്ട് ഹീറോയോട് സോറി ചോദിക്കുമ്പോൾ മോക്ഷ പറയുന്നുണ്ട്, നിനക്ക് വല്ല കിളിയും പറഞ്ഞിട്ടുണ്ടോ? ഇവനോടൊക്കെ സോറി ചോദിക്കാന് ഇവനൊക്കെ ലൈഫിൽ തോറ്റുപോയ വെറും ലൂസറല്ലേ. അതും പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ്. തന്റെ നെഞ്ചില് കുത്തിയിറങ്ങുന്ന ആണികളുടെ വേദനയോടെ ഹീറോ സങ്കടമൊക്കെ കടിച്ചമർത്തി ഉള്ളിൽ ഒതുക്കുന്നുണ്ട്. നമ്മുടെ സിദ്ധാർത്ഥന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? തനിക്ക് ജോലിയില്ല, പിന്നെ ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും സാധിക്കാനുള്ള മാനസിക ശക്തിയില്ല. ഇനിയും ഈ ലോകത്ത് ജീവിക്കണ്ടെന്നുള്ള മണ്ടൻ തീരുമാനം എടുത്തിട്ട് ഒരു കുപ്പി ബിയറും കുറച്ച് മരുന്നങ്ങ് വാങ്ങിയിട്ട് നടന്നു വന്നോണ്ടിരിക്കുമ്പോൾ കുറച്ചാളുകള് അവനെ വളഞ്ഞിട്ട് പറയുന്നുണ്ട്, പൊന്നുമോനെ മര്യാദക്ക് കയ്യിലുള്ള ആ ഒരു പൈസയോ വെല്ലപ്പടിപ്പുള്ള എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാം പുറത്തെടുക്ക്. അപ്പൊ സിദ്ധാർത്ഥ്, എന്റെ കയ്യിൽ ഒന്നുമില്ല, ആകെ ഈ ബീറ് മാത്രമേ ഉള്ളൂ, ഇത് വേണമെങ്കിൽ എടുത്തോ. ഇതല്ലാതെ പിന്നെ ആകെ എൻ്റെ ഒരു ഡ്രസ്സാണല്ലേ, അത് വേണമെങ്കിൽ അതും എടുത്തോ. അങ്ങനെ അത് ഊരി കൊടുക്കുമ്പോൾ ആഹാ ഇവന്റെ കയ്യിലൊന്നുമില്ല. അങ്ങനെ അവരവിടുന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ അവൻ കൊണ്ടുവന്ന ആ ഒരു മരുന്നില്ലേ ആ ഒരു ബിയറിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ നോക്കുമ്പോൾ ഒരു ഈച്ചയാണെങ്കിൽ അവനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് ആരോ വിളിക്കുന്നത്. നോക്കുമ്പോൾ ഒരു പ്രൈവറ്റ് നമ്പറാണ്. എന്തായാലും അവസാനമായിട്ട് ആരായിരിക്കും തന്നെ വിളിച്ചിട്ടുണ്ടാവുക, ഒന്ന് കേട്ടു നോക്കാം. ആ ഒരു ഫോണിൽ പറയുന്നത്, മരണം തീരുമാനിച്ചവർക്ക് ഒരു അവസരം കൊടുക്കലാണ് ഞങ്ങളുടെ ജോലി. നിനക്ക് ഒരു ഗെയിം കളിക്കാൻ താല്പര്യമുണ്ടോ? നിന്നെ ഇപ്പോൾ ഒരു ഈച്ച ഡിസ്റ്റർബ് ചെയ്യുന്നില്ലേ, ആ ഒരു ഈച്ചയെ ഒന്ന് അടിച്ചു കൊല്ലുകയാണെങ്കിൽ നിനക്ക് കുറച്ചധികം പൈസ കിട്ടും. എന്താ ചെയ്യുന്നു? എന്നാൽ സിദ്ധാർത്ഥാണെങ്കിൽ ആരോ തന്നെ കളിയാക്കാന് ചൊറിയാൻ ചെയ്യുന്നെന്ന് കരുതിയിട്ട് ആ ഒരു ഫോൺ കട്ടിയാണ്. എന്നാൽ സിദ്ധാർത്ഥിനെ CCTVയിൽ ആരോ വാച്ച് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ സിദ്ധാർത്ഥ്, അല്ല എന്തായാലും ഇപ്പോ ചാവാൻ പോവാണ്, അതിനു മുൻപ് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഈ ഒരു ഈച്ചയെ കൊന്നു കളഞ്ഞേക്കാം, എന്താ സംഭവിക്കാൻ നോക്കാലോ. അങ്ങനെ ആ ഒരു ഈച്ചയെ അടിച്ചു കൊല്ലുകയാണ്. എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ബിയർ കുടിക്കാൻ നോക്കുമ്പോൾ വീണ്ടും ഫോൺ വരികയാണ്. ആ ഈച്ചയെ കൊലപ്പെടുത്തിയതിന് നിന്റെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. ഇയാള് പറയുന്ന സത്യമായിരിക്കോ? അങ്ങനെ തന്റെ സിസ്റ്റം തുറന്നിട്ട് അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 1 ലക്ഷം രൂപ ബാലൻസ് കാണിക്കുന്നുണ്ട്. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ സിദ്ധാർത്ഥ് ശരിക്കൊന്നും കഴിച്ചിട്ടേ ഇല്ല. വല്ലാതെ വിശന്ന് പൊളയുന്നുണ്ട്. കയ്യിൽ പിശും പോലെ പൈസ ഇല്ലേ, പിന്നെന്ത് നോക്കാനാ. അങ്ങനെ ഹോട്ടലിലേക്ക് പോയിട്ട് വയറ് നിറച്ച് ഇഷ്ടമുള്ള എല്ലാ വിഭവവും വാങ്ങി അടിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും ഫോൺ വരുന്നത്. അവര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഗെയിം ഇഷ്ടമായോ? അപ്പൊ സിദ്ധാർത്ഥും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോയാലോ? നിന്റെ തൊട്ടരികില് ഒരു കുട്ടി ഇരിക്കുന്നില്ലേ, ആ കുട്ടിയെ നീ ടച്ച് ചെയ്യാതെ ഒന്ന് കരയിപ്പിക്കുകയാണെങ്കിൽ അടുത്ത ഗിഫ്റ്റ് 3 ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥിന്റെ ഭാഗ്യത്തിന് ആ പെൺകുട്ടിയുടെ അമ്മ റെസ്റ്റ് റൂമിലേക്ക് പോവാണ്. അപ്പോൾ പതിയെ ആ കുട്ടിയുടെ അരികിൽ വന്നിട്ട് അവളെ ദേഷ്യം പിടിപ്പിച്ച് കരയിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും ആ പെൺകുട്ടിക്ക് യേശുന്നില്ല. അവള് സിദ്ധാർത്ഥിനെ കളിയാക്കുന്ന പോലെ മൗത്തൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സിദ്ധാർത്ഥ്, എന്നാൽ മോളെ നമുക്കൊരു ഗെയിം കളിച്ചാലാ, ഞാൻ ചെയ്യുന്ന പോലെ നീയും ചെയ്യോ? അങ്ങനെ ഹീറോ തന്നെ വേദനിപ്പിക്കുകയാണ്. അതുപോലെ ആ ഒരു പെൺകുട്ടിയും ടേബിളിൽ തലവെച്ച് അടിക്കുമ്പോൾ അവൾക്ക് വല്ലാതെ വേദനയായിട്ട് അവൾ കരയുന്നുണ്ട്. അങ്ങനെ അടുത്ത ടാസ്ക് വിജയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സിദ്ധാർത്ഥിന് 3 ലക്ഷം രൂപ പ്രൈസ് കിട്ടുകയാണ്. അങ്ങനെ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടിയിട്ട് അവിടുന്ന് പോകുമ്പോൾ അവര് വീണ്ടും വിളിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത തുടങ്ങിയാലോ? അതിൽ വിജയിക്കുകയാണെങ്കിൽ പ്രൈസ് 5 ലക്ഷം രൂപയാണ്. ആ ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, നിനക്ക് ഈ ഒരു ലൈഫിൽ ഇപ്പോൾ ആരുടെ മേലെയാണ് അടക്കാനാവാത്ത കോപമുള്ളത്, അവരോട് ആ ദേഷ്യം നീ പോയി തീർക്കുകയാണെങ്കിൽ നിനക്ക് 5 ലക്ഷം രൂപ കിട്ടും. അപ്പൊ സിദ്ധാർത്ഥും ഓൾറെഡി പൈസ കിട്ടിയിട്ടില്ലെങ്കിലും അത് ചെയ്യണമെന്ന് ഞാൻ കരുതിയതാ, ഫ്രീ ആയിട്ട് ഗിഫ്റ്റും കൂടി കിട്ടിയാൽ എനിക്കെന്താ പുളിക്കോ. അങ്ങനെ നേരെ നമ്മുടെ ഹീറോ സിദ്ധാർത്ഥ ജോലി ചെയ്ത ആ ഒരു കമ്പനിയിലേക്ക് വരുമ്പോൾ സെക്യൂരിറ്റി സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ 2000 രൂപ എടുത്തിട്ട് അങ്ങനെ നേരൊക്കെ വീശുമ്പോൾ അയാൾ സെല്യൂട്ടൊക്കെ കൊടുത്തിട്ട് ഹീറോ ഉള്ളിലേക്ക് കടത്തിവിടുന്നുണ്ട്. എന്നാൽ സിദ്ധാർത്ഥ് വരുന്ന കാണുമ്പോൾ ഫ്രണ്ടും അതുപോലെ മോക്ഷയും വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. അല്ല ഇവനിപ്പോ എന്തിനിങ്ങോട്ട് വരുന്നത്? വന്നിട്ട് കൂടുതൽ വർത്താനൊന്നുമില്ല. മോക്ഷയുടെ മുഖം അടിച്ച് പൊളിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട്, അല്ല ഇപ്പോൾ ഞാൻ നിന്നെ തല്ലിയില്ലേ, അതെന്തിനാന്ന് എല്ലാവരോടും നീ പറ. അവളാണെങ്കിൽ ടെൻഷനിൽ പതറി നിൽക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ആ ഒരു സ്പോൺസർഷിപ്പിൽ നിന്നെ ചീറ്റ് ചെയ്തില്ല അതാണോ? അപ്പൊ ഹീറോ, അതല്ല. അപ്പോ നിന്നെ ചീറ്റ് ചെയ്ത് നിന്റെ ഫ്രണ്ടിന്റെ കൂടെ ലിവിങ് സ്റ്റാർട്ട് ചെയ്തതിനാ? അപ്പൊ ഹീറോ, അതുമല്ല. അപ്പോ ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ ഏതായിരിക്കും? ഇനി എന്തായാലും നിന്റെ ഫ്രണ്ട് അവൻ പറഞ്ഞോളും. എന്നാല് അവൻ ബെബെപ്പ അടിക്കുമ്പോൾ അവന്റെ കാരണോ നമ്മുടെ ഹീറോ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്തായിരിക്കും? ഫ്രണ്ടും മോക്ഷയും തലപോഞ്ഞോണ്ടിരിക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ഇനി ഞാൻ തന്നെ പറഞ്ഞേക്കാം, ഇത്രയും നാള് നീ എന്നെ പ്രണയിക്കുന്ന പോലെ എന്നെ ചീറ്റ് ചെയ്തില്ലേ, അപ്പോ അതിനാണ്, മനസ്സിലായാ? എന്നിട്ട് ഓഫീസിലെ എല്ലാരോടും കഴിഞ്ഞ ദിവസം എന്റെ കഷ്ടപ്പാട് അടിച്ചിട്ട് പോയാ ഇവന്മാരെ പോസ്റ്റ് എടുത്ത് തലയിൽ വെച്ചപ്പോ നിങ്ങളെല്ലാം കൈകൊട്ടില്ലേ, ഇപ്പൊ കൊട്ടടാ കയ്യേ. അപ്പോ എല്ലാരും ഹീറോയ്ക്ക് വേണ്ടിയിട്ട് കൈ കൊട്ടുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ബോസ് വരുന്നത്. എന്നിട്ട് സിദ്ധാർത്ഥിനോട്, അല്ല മോനെ നീ എന്താ ഇവിടെ ചെയ്യുന്നത്, മര്യാദക്ക് ഇറങ്ങി പോടാ
എന്നാൽ ഓൾറെഡി നല്ല പ്രഷറിലല്ലേ ഹീറോ ബോസിനെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഹീറോയെ സ്റ്റോപ്പ് ചെയ്യാൻ വരികയാണ്. അയാളെ എയറിലൂടെ നിലത്ത് പതിക്കുന്നുണ്ട്. അപ്പോൾ ഓഫീസിൽ ഓരോരുത്തർ ഹീറോ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അവർക്കും കണക്കും പലിശയും തെറ്റാതെ കൊടുക്കാണ്. എന്നിട്ട് ബോസിനോട് ഒരുത്തൻ സൈലന്റ് ആണെന്ന് കരുതിയിട്ട് അവന്റെ കഷ്ടപ്പാട് വേറെ തട്ടിയെടുക്കുമ്പോൾ അതിൽ തുള്ളിച്ചട നിൽക്കരുത്. എന്നിട്ട് ഓൾറെഡി നമ്മുടെ സെക്യൂരിറ്റിക്ക് 2000 ഹീറോ കൊടുത്തിരുന്നില്ലേ, ആ ഒരു പൈസയും പോകരുന്നെടുത്തിട്ട് മാസമായിട്ട് മിഡിൽ ഫിംഗർ കാണിച്ച് ഹീറോയുടെ നിന്ന് ഇറങ്ങിപ്പോണ്. അങ്ങനെ ഈസി ആയിട്ടുള്ള കുറേയധികം ടാസ്കുകൾ കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ ഹീറോയ്ക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ ഹീറോ കംപ്ലീറ്റ് ആണ്. അങ്ങനെ പതിയെ ഹീറോ ലക്ഷ്യപ്രഭമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു ഗെയിം നടത്തുന്ന ആൾ തന്നെ വിളിച്ച് പറയുന്നത്, ഇതുവരെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ടാസ്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, എന്നാൽ ഗെയിം അടുത്ത ലെവലിലേക്ക് പോവാണ്. എന്നാൽ ടാസ്ക് കുറച്ചുകൂടി ടഫ് ആവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നിന്റെ മരണം വരെ സംഭവിച്ചേക്കാം. അപ്പൊ ഹീറോ ഓൾറെഡി മരിക്കാൻ തീരുമാനിച്ചല്ലേ, അപ്പോൾ മരണം അതൊരു പ്രശ്നമല്ല. അപ്പോൾ ഗെയിം കൺട്രോൾ ചെയ്യുന്ന കൺട്രോളർ പറയുന്നുണ്ട്, നിന്റെ ലൈഫിൽ നീ ആരോടെങ്കിലും ഇനി കൂടുതൽ എമോഷണലി കണക്ട് ആയി കഴിഞ്ഞാലും നീ ഗെയിമിൽ ലോസ് ആവും. എന്നാൽ ഹീറോ ഞാനിനി എൻ്റെ ലൈഫിൽ ആരുമായിട്ടും എമോഷണലി കണക്ട് ആവാനേ പോകുന്നില്ല. അങ്ങനെ ഹീറോ താഴത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിന്നിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട്. ഈ ഒരു പെൺകുട്ടി ആരാന്ന് വെച്ചാൽ ഹീറോയുടെ അതേ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന പെൺകുട്ടിയാണ്. ഇവളുടെ പേരാണ് ശ്രേയ. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ഇവിടെ ചെയ്യുന്നത്? രാവിലെ നീ ആ ബോസിന്റെ ഓർഡർ കൊടുത്തില്ലേ, അപ്പോൾ അറിയാതെ ഞാൻ വിസിലടിച്ചു പോയി, അതിന് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട്. ഇനിയിപ്പോൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കൊരു പുതിയ നല്ല ജോലി കിട്ടുന്നവരെ ഇവിടെ സ്റ്റേ ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ സിദ്ധാർത്ഥ് സമ്മതിക്കുന്നില്ല, അതൊന്നും നടക്കില്ല. എന്നാൽ അവളുടെ സങ്കടമൊക്കെ പറഞ്ഞിട്ട് പിടിവാശി പിടിക്കുമ്പോൾ ഒരാഴ്ച സമയം തരാം, അത് കഴിഞ്ഞാൽ ഇവിടുന്ന് പോയിക്കൊള്ളണം. അതിനും അവൾ സമ്മതിക്കുകയാണ്. എന്നാൽ നമ്മുടെ സിദ്ധാർത്ഥിന്റെ വീടിലെ ആ വീട് മുഴുവനായിട്ട് CCTV സെറ്റ് ചെയ്തിട്ട് 2 ആളുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഇവർ തന്നെ ആയിരിക്കാം ഈ ഒരു ഗെയിം കൺട്രോൾ ചെയ്യുന്നത്. ഇവർക്കൊരു മെയിൻ ബോസ് ഉണ്ട്, എന്നാൽ അങ്ങേരുടെ ഫേസ് നമുക്ക് കാണിക്കുന്നേയില്ല. അങ്ങേര് ചോദിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യം കറക്റ്റായിട്ട് പോകുന്നില്ലേ? ഇതുപോലെ തന്നെ അവന്റെ ഓരോ മൊമെന്റും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ ഹീറോയോട് ഈ ഒരു ഗെയിമിനെ കുറിച്ച് ആരോടും ഡിസ്കസ് ചെയ്യാനോ പറയാനോ പാടില്ല എന്ന് ഗെയിമിന്റെ കൺട്രോളേഴ്സ് പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് തന്നെ കൂടെ താമസിക്കുന്ന ശ്രേയയോട് പോലും അവൻ ഗെയിമിനെ കുറിച്ച് ഒന്നും വിട്ട് പറയുന്നില്ല. അവളാണെങ്കിൽ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാലെന്ന് ചോദിക്കുമ്പോൾ അവളെയും കൂട്ടിയിട്ട് ഹോട്ടലിലേക്ക് വരികയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രേയ ആണെങ്കിൽ അവള് നിർത്താതെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അപ്പോഴാണ് ആ ഒരു ഏരിയയിലൂടെ മോക്ഷ വരുന്നതും നമ്മുടെ സിദ്ധാർത്ഥിനെയും ശ്രേയയും ഒന്നിച്ച് കാണുന്നതും അവളുടെ നെഞ്ചെരിയുന്നുണ്ട്. അപ്പോൾ ഹീറോ ഞാനൊന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് മോക്ഷ വന്നിട്ട് ശ്രേയയോട് ചോദിക്കുന്നുണ്ട്, നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോൾ നീ എന്താ സിദ്ധാർത്ഥിന്റെ പിന്നാലെ? അവൻ എന്റെ ലവറാന്നറിയില്ലേ? അവൾ ചോദിക്കുന്നുണ്ട്, ആര്? സിദ്ധാർത്ഥ് നിന്റെ ലവറാന്നോ? നീയല്ലേ അവനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവനെ ചീറ്റ് ചെയ്ത് അവന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയെ? അപ്പൊ മോക്ഷ പറയുന്നുണ്ട്, അതിനവന് റൊമാൻസ് എന്താണെന്ന് അറിയണ്ടേ? അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോ വരുന്നത്. വന്ന ഉടൻ തന്നെ മറുത്തൊന്നും പറയാതെ നമ്മുടെ ശ്രേയയിലെ മോക്ഷയെ ചോടിപ്പിക്കാൻ തന്നെ ഹീറോയ്ക്ക് ലിപ് ലോക്ക് ചെയ്യാണ്. അത് കണ്ടപ്പോൾ ദേഷ്യത്തില് അവളോട് നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ശ്രേയാണെങ്കിൽ അവൾ വന്നിട്ട് ചൊറിഞ്ഞപ്പോൾ അവളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല, അങ്ങനെ പറ്റിപ്പോയതാ. അപ്പൊ ഹീറോ ആണെങ്കിൽ സാരല്ല, കുഴപ്പമില്ല. അപ്പോൾ അവള് ചോദിക്കുന്നുണ്ട്, കുഴപ്പമില്ലേ? അതായത് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഷ്ടം സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങനെ അവര് ഹാപ്പി ആയിട്ട് അവരുടെ റിലേഷൻ ലീഡ് ചെയ്യുന്നത് ഒരു പാട്ടിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് അടുത്ത ടാസ്ക് വരുന്നത്. എന്നാൽ എന്ത് ടാസ്കാന്ന് പറയുന്നില്ല, ഒരു സ്ഥലത്തേക്ക് പോകാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ 2 ആളുകൾ പൊരിഞ്ഞ ഫൈറ്റുകളാണ്. അതിൽ ഒരുത്തൻ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ അതേ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റ് ടൈമിൽ നീ അറിഞ്ഞോളൂ, നീ തൽക്കാലോട്ട് നിൽക്ക്. പിന്നെ നിന്റെ ഗ്രീൻ ടീഷർട്ട് അത് അടിപൊളിയായിട്ടുണ്ട്. അതായത് ഇപ്പോഴും നമ്മുടെ ഹീറോയെ അവർ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് വ്യക്തമാണ്. അപ്പോൾ ഒരുത്തൻ വന്നിട്ട് ഹീറോയോട് പറയുന്നുണ്ട്, അടുത്തത് നമുക്ക് ഫൈറ്റ് ചെയ്യാം, കളത്തിലിറങ്ങുക. എന്നാൽ ഹീറോ ആണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. എന്നാൽ അവനെ പിടിച്ചു വലിക്കുമ്പോൾ ഹീറോയ്ക്ക് തോന്നുന്നുണ്ട്, ചിലപ്പോൾ ഇതാണെങ്കിലോ ടാസ്ക്, എന്തായാലും ഫൈറ്റ് ചെയ്താലേ. അല്ല ഇനിയിപ്പോൾ ഈ ഫൈറ്റിൽ ഞാൻ ജയിക്കുകയാണോ വേണ്ടേ അല്ലെങ്കിൽ തോക്കാണോ വേണ്ടേ? ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ജയിക്കാൻ വേണ്ടിയിട്ട് നല്ല ശക്തമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫൈറ്റിനിടയിൽ നമ്മുടെ ഹീറോയ്ക്ക് ചില ക്ലൂകൾ കിട്ടുന്നുണ്ട്. അതായത് കുറച്ചു നേരത്തെ ഹീറോയോട് പറഞ്ഞിരുന്നില്ലേ നിന്റെ ഗ്രീൻ ടീഷർട്ട് നന്നായിട്ടുണ്ടെന്ന്? അതിൽ നിന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ ഒരു ഗെയിമിൽ ഞാൻ തോക്കാണ് വേണ്ടത്, അതുകൊണ്ട് വേണം തന്നെ ഓപ്പോസിറ്റുള്ളവൻ്റെ അടുത്ത് നിന്ന് ഹീറോ അടി വാങ്ങി താഴെ വീണുവാണ്. അപ്പോൾ അവനും ചോദിക്കുന്നുണ്ട്, എന്താടാ എണീച്ച് വാടാ, നിന്റെ ഗ്യാസ് പോയാ? എന്നാൽ ഹീറോ മറുത്തൊന്നും പറയാതെ കിടക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എണീച്ച് വാടാ സൺ ഓഫ് എ ബീച്ച്. ആ ഒരു വാക്ക് നമ്മുടെ ഹീറോയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ട് രക്തം തിളയ്ക്കുന്നുണ്ട്. അവൻ ചാടി എഴുന്നേറ്റിട്ട് ഓപ്പണന്റിനെ ഇടിച്ച് പഞ്ചറാക്കാണ്. എന്നാൽ ശരിക്കും ഈ ഒരു ഗെയിമിൽ നമ്മുടെ ഹീറോ തോക്കില്ല വേണ്ടേ? എന്നാൽ ഓപ്പണന്റ് ഒന്ന് നിർത്തുന്ന് പറഞ്ഞിട്ടും അവന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവസാനം കൺട്രോളറിന്റെ മെസ്സേജ് വരാണ്, ഈ ഒരു ഗെയിമിൽ നീ തോറ്റു പോയിട്ടുണ്ട്. എന്നാൽ ഓൾറെഡി നമ്മുടെ ഹീറോ അവൻ അത്ര ക്രൂരമായിട്ട് അടിച്ചില്ലേ? ആ ഒരു കാഴ്ചയൊക്കെ നമ്മുടെ ശ്രേയം കണ്ടിട്ടുണ്ടായിരുന്നു. അവള് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ അവൻ അത്രയ്ക്ക് ക്രൂരമായിട്ട് അടിച്ചേ? കുറച്ച് നേരോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചത്തുപോയനെ. അപ്പൊ ഹീറോ
അവൻ എന്നെ വിളിച്ചെന്താണെന്നറിയോ? അപ്പോൾ ശ്രേയ പറയുന്നുണ്ട്, ഞാനത് അറിഞ്ഞില്ല. അമ്മയോട് സ്നേഹമുള്ള ആരും ഇങ്ങനെ പ്രതികരിക്കും. അപ്പോൾ ദേഷ്യത്തിൽ ഹീറോ, എനിക്ക് എൻ്റെ അമ്മയോട് സ്നേഹമൊന്നുമില്ല. എങ്ങാനും എൻ്റെ കൺമുമ്പിൽ അവരെ ഞാൻ കണ്ടാല് ഞാൻ തന്നെ ചിലപ്പോൾ അവരെ കൊന്നാളയും. എന്നാൽ എന്തുകൊണ്ടാണ് ഹീറോ ഇങ്ങനെ പറയുന്നത് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ വീണ്ടും ആ ഒരു കൺട്രോളർ വിളിച്ച് പറയുന്നുണ്ട്, ഓൾറെഡി നീ ഈ ഒരു ടാസ്കിൽ തോറ്റില്ലേ, അതുകൊണ്ട് നിനക്ക് പണിഷ്മെന്റ് ഉണ്ട്. ആ പണിഷ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ തരുന്ന എല്ലാ ടാസ്കിലും നീ പങ്കെടുത്തേ മതിയാവും. അങ്ങനെ ഹീറോയും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് അവർ ചെയ്യേണ്ട ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അവർ കൊടുത്തിട്ടുള്ള ഒരു അഡ്രസ്സിലേക്ക് പോയിട്ട് ആ വീട്ടിലുള്ള ആളുടെ സിസ്റ്റത്തിലെ ഡാറ്റ മുഴുവനായിട്ട് അടിച്ചു മാറ്റിയിട്ട് വരിക. അങ്ങനെ ഹീറോ സമ്മതിക്കുകയാണ്. എന്നാൽ ആ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അതാണ് ഭയങ്കര സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ വീടാണ്. എങ്ങനെയൊക്കെ ഹീറോ മതിൽ ചാടി അപ്പുറത്ത് കടന്നപ്പോൾ ആ ഒരു കാഴ്ച ഒരു സെക്യൂരിറ്റി കണ്ടിട്ട് ഹീറോയുടെ നേരേക്ക് ബ്ലോക്ക് ചെയ്യാൻ വരികയാണ്. ഇനിയിപ്പോൾ വേറെ നിവൃത്തിയില്ല, അവരുമായിട്ട് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ എല്ലാത്തിനെയും അടിച്ച് താഴെയിട്ടിട്ട് ഉള്ളിൽ കയറിയിട്ട് അവനോട് പറയുന്നുണ്ട്, നിന്റെ സിസ്റ്റത്തിലെ എല്ലാ ഡാറ്റാസും ഡിലീറ്റ് ചെയ്തോളാം. അങ്ങനെ ഫോഴ്സ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീ ഈ ഒരു ഗെയിമിൽ കയറിയല്ലേ, നിനക്ക് കിട്ടിയ ടാസ്ക് ആയത്. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഈ ഗെയിമിൽ കയറി കഴിഞ്ഞാലേ പിന്നെ നിനക്കൊരു തിരിച്ചു പോക്കില്ല, അവസാനം മരണം മാത്രമേ ബാക്കിയുണ്ടാവും. അപ്പോൾ ഹീറോ, അല്ല നിനക്ക് ഈ ഗെയിമിനെ കുറിച്ച് അറിയോ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? നിനക്ക് അറിയുന്ന കാര്യങ്ങൾ പറ. എന്നാൽ എത്ര ചോദിച്ചിട്ടും അവനൊന്നും പറയുന്നില്ല. അപ്പോൾ ദേഷ്യത്തിലെ ഹീറോ അവൻ്റെ കാരണത്തൊന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അപ്പോഴാണ് ഗെയിം കൺട്രോൾ ചെയ്യുന്ന കൺട്രോളർ വിളിച്ച് പറയുന്നത്, അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് നിനക്ക് പോകാൻ പറ്റില്ല, അവനെ അവസാനിപ്പിച്ചിട്ട് നീ പോയാൽ മതി. എന്നാൽ ഹീറോ, അവനെ കൊല്ലാനോ? എനിക്ക് പറ്റില്ല. എന്നാൽ കൺട്രോളർ നിന്നോട് ചെയ്യുമോന്നല്ല, ചെയ്യാനാണ്. ഓൾറെഡി നീ മരിക്കാൻ തീരുമാനിച്ചല്ലേ, അങ്ങനെ നിനക്ക് രണ്ടാമതൊരു ജന്മം ഞാനാ തന്നത്. പറയുന്ന പണി ചെയ്തിട്ടെങ്കിൽ നിന്നെ തീർക്കാൻ പുറത്താള് കാത്തു നിൽക്കുന്നുണ്ട്. വേറെ നിവൃത്തിയില്ലാതെ അവനെ കൊല്ലാൻ വേണ്ടി ഹീറോ തിരിച്ചു വരുമ്പോൾ അവിടെ അങ്ങേരുടെ വൈഫ് നിൽക്കുന്നുണ്ട്. ഭാര്യ പറയുന്നുണ്ട്, എന്നെ കൊന്നിട്ട് നിങ്ങൾ അങ്ങനെ കൊന്നോ? എന്നാൽ രണ്ടുപേരെയും കൊല്ലാനേ ഹീറോയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. എന്നാൽ പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ പുറത്ത് ഹീറോ കൊല്ലാനേ കുറേയധികം ആളുകൾ ഗണ്ണ് പിടിച്ചിട്ട് അവന്റെ നേരേക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവര് എന്നെ കൊല്ലാൻ പോകണോ? ഹീറോ തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ അവര് ഷൂട്ടിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. എന്നാൽ പെട്ടെന്ന് പുറത്തുണ്ടായിരുന്ന എല്ലാ ആളുകളും തിരിച്ചു പോവാണ്. അപ്പോഴാണ് ഹീറോയ്ക്കൊരു മെസ്സേജ് വരുന്നത്, അതിൽ നിന്റെ ടാസ്ക് നീ കംപ്ലീറ്റ് ചെയ്തുന്നുണ്ട്. എന്നാൽ ഹീറോ ചിന്തിക്കുന്നുണ്ട്, അതിന് ഞാനെപ്പോഴാ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തേ? അപ്പോഴാണ് പുറത്ത് നമ്മുടെ ശ്രേയയില്ലേ, അവള് കാറിൽ വന്നിട്ട് ഹീറോയോട് വേഗം കയറ്, നമുക്കിവിടുന്ന് രക്ഷപ്പെടാന്ന് പറയുന്നത്. അങ്ങനെ ഹീറോയും വേഗം കാറിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ ടാസ്ക് ആരാ കംപ്ലീറ്റ് ചെയ്തെന്നല്ലേ? നിനക്ക് പകരം ഞാനാ അത് തീർത്തെ, അവനെ ഞാനാ തട്ടിയെ. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് ഷോക്കായിട്ട്, നീ എന്തായി പറയുന്നത്? നിനക്ക് എങ്ങനെ ഈ ഗെയിമിനെ കുറിച്ച് അറിയാം? അവളുടെ നേരേക്ക് ഗണ്ണ് ചൂണ്ടിട്ട് അവളെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവൾ പറയുന്നുണ്ട്, കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ വൺ സൈഡായിട്ട് ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കാര്യം ഞാൻ കമ്പനിയിൽ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി. സങ്കടത്തിൽ വീട്ടിലേക്ക് വന്നപ്പോഴാണ് നിന്റെ ലൈഫിൽ സംഭവിച്ചതും നിന്നെ മോക്ഷ ചീറ്റ് ചെയ്ത കാര്യം ഞാൻ അറിയുന്നത്. എന്നെ ജോലിയിൽ നിന്ന് ആരും പിരിച്ചുവിട്ടതല്ല, ഞാൻ തന്നെ എനിക്ക് ജോലി വേണ്ടെന്ന് വെച്ച് നിനക്ക് വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ ഈ ഗെയിമിനെ കുറിച്ച് എങ്ങനെയാണ് അവൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ കൺട്രോളറുമായിട്ട് ടാസ്കിനെ കുറിച്ച് സംസാരിക്കുന്നത് അവൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അവർ നിനക്ക് ടാസ്ക് തന്ന കാര്യം ഞാൻ അറിയുന്നതും ഈ ഒരു സ്ഥലത്തേക്ക് വന്നതും. നീ അയാളെ കൊന്നിട്ടില്ലെങ്കിൽ അവർ മുഴുവനായിട്ട് നിന്നെ കൊല്ലുന്ന ഉറപ്പായപ്പോൾ എനിക്ക് നിനക്ക് വേണ്ടി അയാളെ കൊല്ലാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിച്ചേക്ക്. അപ്പോഴാണ് കൺട്രോളർ ഹീറോയെ വിളിച്ചിട്ട് പറയുന്നത്, ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലേ, അപ്പോൾ അടുത്ത ടാസ്കിന് നീ റെഡി ആയിക്കോ. അപ്പോൾ ഹീറോ, എനിക്കിനി ഒരു ടാസ്കിനും ഒരു താല്പര്യമില്ല. അപ്പോഴാണ് ആരാണ് ഇവരുടെ മെയിൻ ഹെഡ് ആ ഒരു കൺട്രോളർ എന്ന് കാണിക്കുന്നത്. ആ ഒരു കൺട്രോളറിന്റെ കയ്യിൽ ഹീറോയുടെ എല്ലാ ഡീറ്റെയിൽസും അയാൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ സിദ്ധാർത്ഥ് ശ്രേയയോട് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ വിട്ടിട്ടെ എങ്ങോട്ടെങ്കിലും ഈ ഒരു ഗെയിം നടത്തുന്നവരുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടു പോവാം, എന്റെ കൂടെ നീ വരില്ലെന്ന് അവളോട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അടുത്ത സീനില് കൺട്രോളറിന്റെ ആളുകള് നമ്മുടെ ഹീറോയെ എത്ര കണക്ട് ചെയ്ത് നോക്കിയിട്ടും ഫോൺ കണക്ട് ആവുന്നില്ല. അവൻ എവിടെയാ പോയെന്ന് അവർക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഇനി അവൻ എവിടെ പോയാലും അവനെ തേടി പിടിക്കാന് കൺട്രോളർ ഇങ്ങനെ നമുക്കിനി ഹെഡ് എന്ന് വിളിക്കാം. ഹെഡ് അയാളുടെ ആളുകളോട് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഹീറോയും അതുപോലെ ശ്രേയയും എവിടെയാണുള്ളതെന്നാണ്. ഹീറോ അവളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഗസ്റ്റ് ഹൗസിലേക്കാണ്. കാരണം ഹീറോയ്ക്ക് ഓൾറെഡി കുറെ പൈസ കിട്ടിയിരുന്നല്ലോ. എന്നാൽ ആരും അവരെ ട്രേസ് ചെയ്യാതിരിക്കാനേ ആ ഏരിയ മുഴുവനായിട്ട് അവൻ ജാമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രേയ സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്, നീ കണ്ണടച്ചിട്ട് ഒന്ന് ഫീൽ ചെയ്ത് നോക്ക്, ഒരു വ്യത്യസ്തമായിട്ടുള്ള സൗണ്ട് കേൾക്കുന്നില്ലേ? അവനും അതുപോലെ ട്രൈ ചെയ്യുമ്പോൾ നീ പറഞ്ഞ പോലെ തന്നെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അവള് എന്ത് സൗണ്ട് എന്താ കേൾക്കുന്നത്? സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, നിന്റെ ഹൃദയം ഇടിക്കുന്ന ആ ഒരു സൗണ്ടാണ്. അത് കേട്ടപ്പോൾ അവൾക്ക് ഹാപ്പി ആയിട്ട് അവനെ ഹഗ് ചെയ്യാണ്. അങ്ങനെ അവരെ രണ്ടുപേരുടെയും സന്തോഷ നിമിഷങ്ങൾ ഒരു സോങ്ങിലൂടെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഹീറോ ഓൾറെഡി അവിടെ ജാമറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ? എന്നിട്ടും അവരിവിടെയുള്ള കാര്യം നമ്മുടെ ഹെഡിന്റെ ടീമിനെ അറിഞ്ഞിട്ട് അവരുടെ ആളുകൾ വളയാണ്. അങ്ങനെ ശ്രേയയും സിദ്ധാർത്ഥിനും കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് നേരെ ചേർത്ത് നിൽക്കുന്നുണ്ട്. അതിനിടയിൽ ഒരുത്തൻ നമ്മുടെ ഹീറോയുടെ പുറത്ത് മുറിവിടുന്നുണ്ട്. അത് കണ്ടപ്പോൾ ശ്രേയ ഷോക്കായിട്ട്, ഞാൻ വേഗം
മരുന്നെടുത്ത് വരാന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോകുമ്പോൾ അതിനുള്ളിൽ നമ്മുടെ ഹീറോ ഫോൺ ഓൺ ചെയ്യാണ്. അപ്പോൾ ഹെഡ് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ ഗൗതമേ, നീ എന്താ കരുതിയെ എന്നെ പറ്റിച്ച് രക്ഷപ്പെടാന്നാ? എന്നാൽ ഹീറോയുടെ യഥാർത്ഥ പേര് ഗൗതമാണെന്ന് ആർക്കും അറിയില്ല. ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല എൻ്റെ പേര് ഗൗതം എന്നാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായേ? നിന്നെക്കുറിച്ച് എല്ലാ കാര്യവും എനിക്കറിയാം. എന്നിട്ട് ഫോൺ കട്ടിയാണ്. അപ്പോഴും ഹീറോ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും അയാൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്? അപ്പോൾ ഹീറോയുടെ മുറിവിന് മരുന്ന് വയ്ക്കാനേ നമ്മുടെ ശ്രേയ വന്നിട്ട് മരുന്ന് വയ്ക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഈ ഒരു ടീമിനെ കണ്ടിട്ട് ഇവർ കുറച്ച് ഡേഞ്ചറാന്ന് തോന്നുന്നുണ്ടല്ലോ, നമുക്ക് സേഫായിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ? അപ്പോൾ ഹീറോ, ഗ്യാങ്ങിലെ ആൾക്കാർ ഡേഞ്ചർ ആണെങ്കിൽ അവർ തിരിഞ്ഞോടി കണ്ടില്ലേ, അതിലും കുറച്ച് ഡേഞ്ചറാ ഞാന്. അപ്പോൾ ശ്രേയ, അല്ല നീ എന്താ പറയുന്നത് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ സിദ്ധാർത്ഥിന്റെ ഫ്ലാഷ് ബാക്ക് അവൻ പറയാണ്. അതായത് നമ്മുടെ സിദ്ധാർത്ഥിന്റെ ഫാമിലി എന്ന് പറയുന്നത് ആകെ അവന്റെ അമ്മയും അതുപോലെ ഒരു മുത്തശ്ശനും മാത്രമാണ്. അപ്പോൾ ഹീറോയുടെ അച്ഛൻ എവിടെയാന്ന് ചോദിച്ചാല് ഇവരെ രണ്ടുപേരെയും വിട്ടിട്ട് അങ്ങേര് എങ്ങോട്ടോ പോയതാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇടക്ക് അമ്മയോട് പറയാറുണ്ട്, അമ്മയെ അച്ഛൻ നമ്മൾ ഒഴിവാക്കി പോയ പോലെ ഒരിക്കലും അമ്മ എന്റെ ലൈഫിൽ നിന്ന് പോരുത്. എന്നാൽ പലപ്പോഴും മുത്തശ്ശനാണെങ്കിൽ ഹീറോയുടെ അമ്മയോട് മറ്റൊരു കല്യാണം കഴിക്കാനേ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. എന്നാൽ മകനെ തനിച്ചാക്കാൻ താല്പര്യമില്ലാതെ തന്റെ അച്ഛൻ പറയുന്നതൊന്നും ഹീറോയുടെ അമ്മ ചെവി കൊടുക്കാറുണ്ടായിരുന്നില്ല. ഒരിക്കൽ നമ്മുടെ സിദ്ധാർത്ഥ് സ്കൂളിലേക്ക് പോകുമ്പോഴാണ് അവന്റെ ഒരു ഫ്രണ്ട് ഓടി വന്നിട്ട് പറയുന്നത്, എടാ നിന്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞു. അത് കേട്ടപ്പോ സിദ്ധാർത്ഥ് അടിച്ചു പിടിച്ച് ഓടി വന്നു നോക്കാണ്. എന്നാൽ അതിനുള്ളിൽ അമ്മ കാറിൽ കയറിയിട്ട് അവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നെ വിട്ടുപോയില്ല എന്ന് എനിക്ക് വാക്ക് തന്നിട്ട് അമ്മ എന്നെ ചതിച്ചൂലേ, എന്നെ വിട്ടുപോയില്ലേ. എന്നാൽ അത് സഹിക്കാൻ പറ്റാതെ അമ്മയോട് അവന് ദേഷ്യം തുടങ്ങാണ്. അങ്ങനെ വീട്ടിലെ അമ്മയുടെ എല്ലാ ഫോട്ടോസും അവൻ ആ ദേഷ്യം തീർക്കാനേ കീറി മുറിക്കുന്നുണ്ട്. എന്നാൽ അമ്മ വേറെ കല്യാണം കഴിച്ചു പോയാലും അവനെ വിളിക്കാറുണ്ട്. അവന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ട് സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന അറിഞ്ഞപ്പോൾ നല്ല കുട്ടിയായിട്ട് ആരുമായിട്ടും നീ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറയുമ്പോൾ വേണമെന്ന് വെച്ച് തന്നെ അമ്മയുടെ വാക്ക് ധിക്കരിക്കാനായിട്ട് അവൻ എല്ലാവരുമായിട്ടും വെറുതെ അടിപിടി ഉണ്ടാക്കാണ്. നല്ല കുട്ടിയായിട്ടിരിക്കണമെന്ന് പറയുമ്പോൾ അവൻ ഒരിക്കലും നല്ല കുട്ടിയാവരുതെന്ന് അവനോട് തന്നെ പറയുന്നുണ്ട്. അതായത് അമ്മ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് എപ്പോഴും അമ്മയെ വേദനിപ്പിക്കുന്ന ഒരു മകനായി മാറാനേ അവൻ ഒരുങ്ങി ഇറങ്ങാണ്. എന്നാൽ മുത്തശ്ശനാണെങ്കിൽ തന്റെ ചെറുമകന്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം കണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. സങ്കടത്തിൽ അവനോട് പറയുന്നുണ്ട്, സിദ്ധാർത്ഥെ നീ ചെയ്യുന്നത് തീരെ ശരിയല്ല. നിന്നെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ നിന്റെ അമ്മയെ തന്നെ തിരിച്ചു കൊണ്ടുവരണം, അവളോട് ഞാൻ പറയുന്നുണ്ട്. എന്നാൽ കലിപ്പിൽ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അവരെങ്ങാനും വീട്ടിൽ കയറിയാൽ അവരെ ഞാൻ കൊന്നുകളയും. എന്നാൽ സിദ്ധാർത്ഥിന്റെ മാറ്റം കണ്ടിട്ട് മുത്തശ്ശൻ എന്താണ് പറയണതെന്ന് അറിയുന്നില്ല. എന്നാൽ നമ്മുടെ സിദ്ധാർത്ഥിന്റെ അമ്മയെ ഒരു പയ്യൻ കളിയാക്കിയപ്പോൾ അത് സഹിക്കാൻ പറ്റാതെ അവനെടുത്ത് ഹീറോ പഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹീറോ വണ്ണ് പാസ് ചെയ്യുമ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ആ പയ്യന്റെ മേത്ത് കൈവച്ചേ? എൻ്റെ അമ്മയെക്കുറിച്ച് അവൻ മോശം പറഞ്ഞിട്ടാ. ഇനിയിപ്പോൾ താനാ പറയുന്നെങ്കിൽ തൻ്റെ മേത്ത് ഞാൻ കൈവെക്കും. ഓഹോ, എൻ്റെ മേത്ത് കൈവെക്കാനൊക്കെ നിനക്ക് ധൈര്യമുണ്ടോ? എന്നിട്ട് അവൻ്റെ അമ്മയെക്കുറിച്ചിട്ട് വളരെ മോശമായിട്ട് അവനോട് പറയുമ്പോൾ അവനത് സഹിക്കാൻ പറ്റില്ല. അയാളെ ഫോളോ ചെയ്ത് വരികയാണ്. ഈ പയ്യൻ ഇവൻ പറഞ്ഞത് സത്യം തന്നെയാ, ഇവനിപ്പോൾ എന്നെ സൈസാക്കുവോ? അങ്ങനെ പേടിച്ച് അങ്ങനെ ഓടുകയാണ്. എന്നാൽ നമ്മുടെ സിദ്ധാർത്ഥ വിടണ്ടേ, അയാളെ ലോക്ക് ചെയ്തിട്ട് എടുത്ത് പഞ്ഞി കിടുന്നുണ്ട്. അവൻ്റെ ദേഷ്യം അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കയ്യിൽ കിട്ടിയ ഒരു ആയുധം വെച്ചിട്ട് അയാളെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. അവസാനം അങ്ങേരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരുന്നത്. ആ കാഴ്ച കണ്ടിട്ട് ഹീറോയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഈ ചെയ്തു വെച്ചിട്ടുള്ളത്? ഒരു കാര്യം ചെയ്, നീ ഇവിടുന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടെങ്കിലും പോ. നീ ചെയ്ത ഈ ഒരു കൊല ഞാൻ ഏറ്റോളാം. ഒരു ഒറ്റ അഡ്വൈസ് മാത്രമേ ഉള്ളൂ നിന്നോട്, ഇനിയെങ്കിലും നീ നിന്റെ ലൈഫ് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. എന്നാൽ സിദ്ധാർത്ഥ് അതിന് സമ്മതിക്കുന്നില്ല. അവസാനം മുത്തശ്ശൻ നിർബന്ധിച്ച് അവനെ അവിടുന്ന് പറഞ്ഞയക്കാണ്. ഈ ഒരു സീൻ ഏതെന്ന് വെച്ചാൽ കഥയുടെ ആരംഭത്തിൽ ഒരു മുത്തശ്ശൻ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നില്ലേ, അത് വേറെ ആരുമല്ല നമ്മുടെ ഹീറോയുടെ മുത്തശ്ശൻ തന്നെയാണ്. അവനെ കൊന്നത് അത് നമ്മുടെ ഹീറോയുമാണ്. എന്നിട്ട് പ്രസന്റിൽ ഹീറോ പറയുന്നുണ്ട്, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ വാക്ക് തെറ്റിച്ചിട്ട് അവരുടെ സന്തോഷം തേടിപ്പോയില്ലേ, അന്ന് മുതൽ എനിക്ക് അവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്നാൽ എന്താണെന്നറിയില്ല, എൻ്റെ അമ്മയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അവനൊന്ന് സമാധാനിപ്പിക്കാനേ നമ്മുടെ ശ്രേയ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഹെഡിനെയാണ്. അങ്ങേരെ ഹീറോയെ പഞ്ഞിക്കിടാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അയച്ചതല്ലേ, എന്നാൽ അവരാണെങ്കിൽ അടി വാങ്ങിയിട്ട് കിരിങ്ങിടയിൽ തിരിച്ചു വന്നേ. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഹെഡിന് വല്ലാതെ ഹെഡ് ചൂടാവുന്നുണ്ട്. അങ്ങേര് ചോദിക്കുന്നുണ്ട്, അവനെ പഞ്ഞിക്കിട്ട് വരാൻ പറഞ്ഞാല് നിങ്ങൾ പഞ്ഞി ചണ്ടിയായിട്ട് തിരിച്ചു വന്നിരിക്കുക. ഓൾറെഡി അവർക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. എന്നാൽ വീണ്ടും ഹെഡ് അവർ ഓരോരുത്തരെയും കണക്കിന് പഞ്ഞിക്കിടുന്നുണ്ട്. എന്നാൽ അതിലൊരുത്തൻ മാത്രമാണ് ഹീറോയുടെ ആ ഒരു പുറത്ത് മുറിവിട്ട കുറച്ചെങ്കിലും ടഫ് കൊടുത്തൊരുത്തൻ. അവനോട് പറയുന്നുണ്ട്, നീ അവനെ കുറച്ചധികം നേരം ചെറുത്ത് നിന്നിട്ടുണ്ട്, എന്നിട്ടും അവസാനം നീയും വാങ്ങിയല്ലോ. എന്നിട്ട് അവനെയും ചെറുതായി വേദനിപ്പിച്ചിട്ട് ഇനി അവനെ വെറുതെ വെക്കണ്ട, വേഗം തന്നെ അവനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്ക്. അപ്പോൾ അവനും പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഇനി അവൻ അധികം നാളില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ സിദ്ധാർത്ഥ് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ എവിടെയും ശ്രേയയെ കാണുന്നില്ല.
അല്ല ഇവളിപ്പോൾ എവിടെ പോയിട്ടുണ്ടാവുക? അവിടേക്ക് നോക്കിയിട്ടും അവളെ കാണുന്നില്ല. അവസാനം റൂമിൽ വന്നിട്ട് അവളുടെ ബാഗ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അതിലൊരു ടാബ്ലറ്റ് ഉള്ളത് നമ്മുടെ ഹീറോ കാണുന്നത്. അത് മാത്രമല്ല അതിന്റെ കൂട്ടത്തിലൊരു മെഡിക്കൽ ബില്ലും ഉണ്ട്. ആ ഒരു ടാബ്ലറ്റ് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ഒരു മരുന്ന് ഇപ്പം എന്തിന്റെ ആയിരിക്കും? ഒന്ന് നെറ്റിൽ ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ലാപ്ടോപ്പ് ഓൺ ചെയ്യുമ്പോൾ ഹെഡ് മറുഭാഗത്തുനിന്ന് പറയുന്നുണ്ട്, നിന്നോട് ഓൾറെഡി ഞാൻ പറഞ്ഞതാ ഒരാളുമായിട്ട് എമോഷണലി കണക്ട് ആവരുതെന്ന്. എന്നിട്ടും നീ അത് ലംഘിച്ചില്ലേ? ശ്രേയുമായിട്ട് എമോഷണലി നീ കണക്ട് ആയിട്ടുണ്ട്. അവളെ അവിടെ തേടണ്ട, അവൾ എൻ്റെ അരികിലാണല്ലേ. അവളെ ജീവനോടെ നിനക്ക് കാണണ്ടേ? അപ്പം ഞാൻ പറയുന്ന ടാസ്ക് മര്യാദക്ക് കംപ്ലീറ്റ് ചെയ്തോ. എന്നാൽ ശ്രേയാണെങ്കിൽ ഇയാൾ പറയുന്ന ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ്, ശ്രേയക്ക് അവൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ, അവളെ വിട്ടേക്ക്, നിങ്ങൾക്ക് എന്താ ചെയ്യണ്ടേ നിങ്ങൾ പറ. അപ്പൊ ഹെഡാണെങ്കിൽ അധികം വൈകാതെ ഞാൻ നിന്നെ വിളിച്ചോളാം, അപ്പോ നീ ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം. അപ്പോഴാണ് ഇത്രയും നേരം ശ്രേയ വല്ലാതെ ഭയന്നിരിക്കായിരുന്നില്ലേ? അവളെ ഹെഡ് തട്ടിക്കൊണ്ടു വന്ന പോലെയല്ലേ നമുക്ക് ഫീൽ ചെയ്തേ. എന്നാൽ ഫോണ് കട്ടായെന്ന് ഉറപ്പായപ്പോൾ അവളുടെ നേച്ചറെ മാറുന്നുണ്ട്. അതായത് ശ്രേയയും നമ്മുടെ ഹെഡിന്റെ ഒരാള് തന്നെയാണ്. എന്നാൽ ശ്രേയ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അവന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ ലൈഫിലേക്ക് ചെന്നത്. എന്നാൽ ഇപ്പോൾ പതിയെ എന്റെ മനസ്സ് അവനെ പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഹെഡ്, നിന്റെ പ്രണയൊക്കെ തൽക്കാലം നീ മാറ്റിവെച്ചിട്ട് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യമില്ലേ അത് നീ ആദ്യം ചെയ്യാൻ നോക്ക്. അങ്ങനെ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അങ്ങനെ ശ്രേയ നേരെ പോകുന്നത് നമ്മുടെ ഹീറോയുടെ അരികിലേക്കാണ്. എന്നാൽ അവൾക്കൊരു പരിക്കും പറ്റാതെ മുറിയും പറ്റാതെ വന്നാൽ ചിലപ്പോൾ ഹീറോയ്ക്ക് സംശയം തോന്നില്ലേ? അതുകൊണ്ട് അവൾ ആക്ട് ചെയ്തിട്ട് അവളുടെ കൈയെ കെട്ടിവെച്ച പോലെ അവൾ തന്നെ കയ്യിൽ മുറിവുണ്ടാക്കുകയാണ്. എന്നിട്ട് വല്ലാതെ പേടിച്ച് വിറച്ച് വരുന്ന പോലെ നമ്മുടെ സിദ്ധാർത്ഥന്റെ മുൻപിലെ അവൾ നല്ല നാടകം കളിക്കുന്നുണ്ട്. എന്നാൽ ശ്രേയ കണ്ടപ്പോൾ നമ്മുടെ ഹീറോ എല്ലാ സങ്കടവും മറന്ന് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രേയ ബിയർ എടുക്കാൻ നോക്കുമ്പോഴാണ് അവളുടെ ടാബ്ലറ്റ് ഓൾറെഡി ഹീറോ കണ്ടിട്ടുണ്ടെന്നും അവൻ എടുത്തിട്ടുണ്ടെന്നും അവൾക്ക് മനസ്സിലാവുന്നത്. അവള് ചെറുതായിട്ട് ഷോക്കായി പോകുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് മനസ്സിലായിരുന്നല്ലോ. അപ്പൊ അവൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, എനിക്ക് ഒരു ചെറിയ മെന്റൽ പ്രോബ്ലം ഉണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല, വെറുതെ നിന്നെ ടെൻഷൻ ആക്കണ്ടെന്ന് കരുതിയിട്ടാ. എന്നാലിപ്പോൾ എൻ്റെ ബാഗിൽ നോക്കുമ്പോൾ അതിൽ ഞാൻ സാധാരണ കഴിക്കുന്ന ടാബ്ലറ്റ് കാണാനില്ല. അതുകൊണ്ട് കുറച്ച് ടാബ്ലറ്റ് വാങ്ങിക്കണം. അപ്പൊ ഹീറോ, ആ ടാബ്ലറ്റ് ഞാനെടുത്ത് പെട്ടെന്ന് നിന്നെ കാണാതായപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ഞാൻ നിന്നെ തേടി നോക്കി. അപ്പോഴാണ് നിന്റെ ബാഗിൽ ആ ടാബ്ലറ്റ് ഞാൻ കണ്ടത്. അപ്പൊ ശ്രേയ, ഓ അങ്ങനെയാണോ നിനക്ക് ടാബ്ലറ്റ് കിട്ടിയത്? എനിക്ക് ടാബ്ലറ്റ് കഴിക്കേണ്ട സമയമായി. അങ്ങനെ ടാബ്ലറ്റ് വാങ്ങാണ്. എന്നിട്ട് ഹീറോയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ ഓൾറെഡി നമ്മുടെ ഹീറോയ്ക്ക് ഇവളുടെ മേലെ ചെറിയ സംശയം വന്നിട്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുകൂടി ഉറക്കുകയാണ്. അടുത്ത സീൽ നമ്മൾ കാണുന്നത് ഹെഡിനെയാണ്. ഹെഡ് സാധാരണ ഹീറോയുമായിട്ട് കോൺവെർസേഷൻ നടത്തുമ്പോൾ വോയിസ് ചേഞ്ച് ചെയ്യുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. എന്നാൽ ശരിക്ക് ഈ ഒരു ഹെഡിലെ ഇങ്ങനെ ആരാന്ന് വെച്ചാൽ ഒരു സൈക്കാട്രിക് ഡോക്ടറാണ്. അങ്ങേരാണെങ്കിൽ ഒരു പയ്യന് ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അങ്ങേരെ കാണാനായിട്ട് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ ഹെഡ് അങ്ങനെ ഷോക്കായിട്ട്, ഇവൻ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാവോ? ഇവനിപ്പോൾ എന്തിനാ വരുന്നേ? ഉള്ളിൽ ചെറുതായിട്ട് പേടി സ്റ്റാർട്ടാവാണ്. എന്നാൽ ഹീറോ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ ഇയാളാണ് ഹെഡ് എന്ന് നമ്മുടെ ഹീറോയ്ക്ക് അറിയില്ല. എന്നാൽ ഹീറോയിന്റെ ആ ഒരു മരുന്ന് ചീട്ട് നോക്കിയ സമയത്ത് അതിൽ അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത ഡോക്ടറുടെ പേരുണ്ടായിരുന്നു. അത് ഇങ്ങേരുടെ പേരായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഹെഡിനെ കാണാൻ വന്നേ. അങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ ശ്രേയ അവളെന്റെ പേഷ്യന്റ് ആയിരുന്നു, ഞാൻ അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവൾ എന്നെ കാണാൻ വരാറുണ്ട്. അപ്പൊ ഹീറോ, അല്ല അവൾക്ക് എന്താ പ്രോബ്ലം, എന്ത് മരുന്ന ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്യാറ്? എന്നാലും ഹെഡ്, അതങ്ങനെ പെട്ടെന്ന് വന്ന് ചോദിക്കുന്ന എല്ലാവരോടും പറയാൻ പറ്റില്ല, അത് എന്റെ എത്തിക്സിന് എതിരാണ്. അപ്പൊ ഹീറോയും, അങ്ങനെയാണെങ്കിൽ വേണ്ട. അങ്ങനെ തന്റെ വണ്ടി എടുത്തിട്ട് അവിടുന്ന് തിരിച്ചു പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രേയയിലെ ഡോക്ടറായിട്ടുള്ള ഹെഡിനെ കാണാൻ വരികയാണ്. എന്നാൽ ഹെഡ് വല്ലാതെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ജസ്റ്റ് മിസ്സാണ്, നീ കാരണമാണ് അവൻ എന്റെ അരികിലെത്തിയത്. എന്നാൽ അവന് ഞാനാണ് അവനെ കൺട്രോൾ ചെയ്യുന്ന. ഹെഡ് എന്ന് മനസ്സിലായിട്ടില്ല. ഇനിയെങ്കിലും അവന് പിടികൊടുക്കാതെ കുറച്ചധികം ശ്രദ്ധയോടിരിക്കെ. അങ്ങനെ ഹീറോ തിരിച്ചു പോകുന്ന സമയത്ത് ഓൾറെഡി കൊല്ലപ്പെട്ട, അതായത് ഹീറോയോട് കൊല്ലാൻ പറഞ്ഞിട്ട് ശ്രേയ ഷൂട്ട് ചെയ്ത് കൊന്നു പറഞ്ഞില്ലേ, അവനെ ജീവനോടെ മുൻപിൽ കാണുകയാണ്. അവനെ കണ്ട് ഷോക്കായിട്ട് അവന്റെ പിന്നാലെ അവനെ പിടിക്കാൻ പോകുന്നുണ്ട്. അല്ല, ഇവനെ ശ്രേയ കൊലപ്പെടുത്തിയെന്നല്ല എന്നോട് പറഞ്ഞേ, പിന്നെ ഇവനെങ്ങനെയാ ജീവനോടുള്ള? എന്നാൽ അവനെ പിന്തുടർന്ന് പിടിക്കാൻ നോക്കിയിട്ടും നൈസായിട്ട് ഹീറോയെ കബളിപ്പിച്ച് അവൻ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥനുള്ളിലെ ആ ഒരു സംശയം വീണ്ടും സ്ട്രോങ് ആവാണ്. ഞാൻ കരുതിയ പോലെ തന്നെ ശ്രേയ അവളെന്നോട് നുണ പറഞ്ഞതാ, അവളെന്നെ ചതിക്കാണോ? ഓൾറെഡി കുറച്ചു നേരത്തെ ഹീറോയെ കബളിപ്പിച്ച് ഒരുത്തിനോട് രക്ഷപ്പെട്ടില്ലേ, അവനെ പിടിക്കാൻ പോയപ്പോൾ അതിനിടയിലെ ഹീറോയ്ക്ക് മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ മുറിവിന് മരുന്ന് പോലും വയ്ക്കാതെ ശ്രേയം കാത്ത് ഹീറോ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു മുറിവ് അവൾ കണ്ടിട്ട് ഹീറോയോട് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് മരുന്ന് എടുത്തിട്ട് വരാം. അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ട് വരുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ശ്രേയ മതി നിന്റെ അഭിനയൊക്കെ, നീ എന്നോടെന്താ പറഞ്ഞേ, അവനെ നീ കൊന്നുകളഞ്ഞെന്നോ? എന്നാലും നീ അവനെ കൊന്നിട്ടില്ല, ഇന്ന് അവനെ ജീവനോട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരു കാര്യം ഉറപ്പാണ്, നിങ്ങളൊക്കെ ഒരേ ഗ്യാങ്ങാണ്. അല്ല, നിങ്ങൾ ഉദ്ദേശം എന്താ? നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ അവളെ കഴുത്തുപിടിച്ച് ഞെരിച്ചിട്ട് വെള്ളത്തിൽ മുക്കവളോട് ചോദിക്കുന്നുണ്ട്, സത്യം പറഞ്ഞോ, ഇതിന്റെയൊക്കെ പിന്നില് ആരാ ഉള്ളേ? അപ്പോഴാണ് വേറെ ലെവൽ ട്വിസ്റ്റ്. അവൾ പറയുന്നുണ്ട്, ഇതിന്റെ പിന്നില് വേറെ ആരുമല്ല, നിന്റെ അമ്മ തന്നെയാ. അപ്പോഴാണ് ആ ഒരു സീന് നമ്മൾ കാണുന്നത്
അതായത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഹെഡിന്റെ തൊട്ടരികിലെ നമ്മുടെ ഹീറോയുടെ അമ്മയുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ സിദ്ധാർത്ഥിലെ ശ്രയെ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് എല്ലാ സത്യങ്ങളും നീ തുറന്ന് പറയുന്ന ഗണ്ണ് കാണിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ ഹെഡ് ഫോൺ ചെയ്യാണ്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ എന്നോട് ഒന്നും പറയണ്ട, ഇതിന്റെയൊക്കെ പിന്നിലെ എന്റെ അമ്മയല്ലേ, ആ ഒരു സത്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അല്ല ശരിക്ക് അവരുടെ ലക്ഷ്യം എന്താ, അവരുടെ ആഗ്രഹം എന്താ? അപ്പൊ ഹെഡ് പറയുന്നുണ്ട്, അപ്പൊ നിനക്ക് കാര്യമൊക്കെ മനസ്സിലായില്ലേ, നിന്റെ അമ്മ ഇപ്പൊ സിറ്റിയിലെ ആരാണെന്നറിയോ? ഏറ്റവും സമ്പന്നയായിട്ടുള്ള ഒരുവരാണ്. അങ്ങനെ ഇരിക്കുന്ന നിന്റെ അമ്മയ്ക്ക് നിന്നെ പോലെ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അലമ്പനായിട്ടുള്ള മകനുള്ള കാര്യം പുറത്ത് പറയുന്നത് തന്നെ വളരെ ഷെയിമുകേടാ. അതുകൊണ്ട് നിന്റെ അമ്മയാണ് എന്നോട് പറഞ്ഞത് പതിയെ പതിയെ നിന്നെ വേദനിപ്പിച്ച് നിന്നെ അങ്ങ് തീർത്ത് കളയാന്. അപ്പോ ഹീറോ പറയുന്നുണ്ട്, അതിന് എന്റെ ലൈഫ് ഇങ്ങനെ ആവാനേ, ഞാനൊരു ക്രിമിനലായി മാറാനുള്ള കാരണം തന്നെ അതെന്റെ അമ്മ മാത്രമായിരുന്നു. അവരിപ്പോൾ എവിടെയുള്ളതെന്ന് സത്യം പറ, എനിക്ക് എന്റെ കൈകൊണ്ട് തന്നെ അവരെ തീർക്കണം. അപ്പോൾ ഹെഡ് പറയുന്നുണ്ട്, അവരുടെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ നിനക്ക് അയക്കാം, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പോയി മീറ്റ് ചെയ്യ്. അങ്ങനെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് ഹീറോ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആ ഒരു ലൊക്കേഷൻ ഏതെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഹീറോ ഒരാളെ കൊലപ്പെടുത്തിയിരുന്നില്ലേ, ആ ഒരു ശിക്ഷ ഏറ്റെടുത്തിട്ട് മുത്തശ്ശൻ ജയിലിലേക്ക് പോയിരുന്നില്ലേ, അതേ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഹീറോയെ കാത്തിട്ട് അവന്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓൾറെഡി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നിങ്ങളെ കാണാനായിട്ട് നിങ്ങളുടെ മകൻ വരാൻ പോണ്. അതായത് ഹീറോയോട് അമ്മയൊരു വലിയത്തേര് കാണിച്ചിട്ട് അമ്മയോട് നേരെ തിരിച്ചുമാണ് എക്സ് പറയുന്നത്. എന്നാൽ ഹീറോ ആണെങ്കിൽ കാലി തുള്ളിയിട്ടാണ് അമ്മയുടെ അരികിലേക്ക് വരുന്നത്. തന്റെ മകന്റെ മനസ്സിൽ എന്തൊക്കെയാ മാറ്റം ഉണ്ടായതെന്ന് അമ്മയ്ക്ക് സത്യത്തിൽ അറിയില്ലല്ലോ. ഹീറോയോട് സമാധാനത്തിൽ സംസാരിക്കുമ്പോൾ അവൻ അമ്മയുടെ നേരേക്ക് ഗണ്ണ് ചൂണ്ടുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇനിയും നീ ഒരു ക്രിമിനലായിട്ട് മാറണ്ട, നിനക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ ചെയ്തുതരാം. എന്നിട്ട് ഹീറോയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഗണ്ണ് വാങ്ങിയിട്ട് അവന്റെ അമ്മയിലെ അവരുടെ നേരേക്ക് ചൂണ്ടാണ്. അവിടെ സീൻ കട്ട് ചെയ്തിട്ട് കുറച്ച് മുൻപ് നടന്ന ചില ഫ്ലാഷ് ബാക്ക് ആണ് നമ്മൾ കാണുന്നത്. അതായത് കുറച്ചു നേരത്തെ നമ്മുടെ ഹീറോ എന്താ കരുതേ, ശ്രേയ തന്നെ ചതിക്കുകയാണെന്നല്ലേ. എന്നാൽ അവന്റെ അമ്മയോട് പകരം വീട്ടാന് അവൻ ഇറങ്ങിയപ്പോൾ ശ്രേയ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ നിന്നോട് പറഞ്ഞതൊക്കെ പച്ച നുണയാണ്, ശരിക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള ഫ്ലാഷ് ബാക്ക് അവൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കുറച്ച് നാൾ മുൻപ് ആ ഒരു ഡോക്ടറെ കാണാനേ ഹീറോയുടെ അമ്മ വന്നപ്പോൾ അമ്മയുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചെന്നുള്ള ഫ്ലാഷ് ബാക്ക് ഡോക്ടറോട് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ശരിക്ക് മുത്തശ്ശനില്ലേ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹീറോയുടെ അമ്മയെ ഫോഴ്സ് ചെയ്തപ്പോൾ അമ്മ അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നിന്റെ മകന് വേണ്ടി അവന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് നീ ഒരു കല്യാണം കഴിക്കുന്നത് അവസാനം ഫോഴ്സ് ചെയ്തിട്ടാണ് അമ്മയ്ക്ക് കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നത്. എന്നാൽ നിന്റെ കല്യാണം കഴിഞ്ഞറിഞ്ഞാല് കുറച്ച് നാൾ ചിലപ്പോൾ നിന്റെ മകന് നിന്നോട് ദേഷ്യം ഉണ്ടാവും. എന്നാൽ പതിയെ പതിയെ അത് തണിഞ്ഞോളൂ. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നീ ഇവിടെ നിൽക്കണ്ട, കുറച്ച് നാൾ മാറി നിന്നേക്ക്, പിന്നെ നീ വരുമ്പോഴേക്കും ഞാൻ എല്ലാ പ്രശ്നം സോൾവ് ചെയ്തേക്കാം. എന്നാൽ അമ്മയ്ക്ക് തന്റെ മകനെ പിരിഞ്ഞു പോകാന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. മുത്തശ്ശന്റെ വാക്ക് കേട്ടിട്ടാണ് അന്ന് അവര് മകനെ വിട്ടിട്ട് അവിടെ നിന്ന് പോയത്. എന്നാൽ അമ്മ തന്നെ ചതിക്കാണെന്നറിഞ്ഞിട്ട് അന്ന് മുതൽ സിദ്ധാർത്ഥിന് അവന്റെ ഉള്ളില് അമ്മയോട് ദേഷ്യവും കോപവും വരാൻ തുടങ്ങിയില്ലേ. പതിയെ പതിയെ അത് വല്ലാതെ വെറുപ്പായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്കൊക്കെ ഹീറോയെ കാണാന് അവന്റെ അമ്മ വരുമ്പോഴും അവന്റെ ഉള്ളിലെ ആ ഒരു ദേഷ്യവും വിഷമം കൂടിയിട്ട് എന്റെ അരികിലേക്ക് ഇനി എങ്ങാനും നിങ്ങൾ വന്നാല് ഒന്നുകിൽ ഞാൻ ചത്തളയും അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നാളയും. അതിനുശേഷമാണ് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പതിയെ പതിയെ ഹീറോയെ വിട്ടിട്ട് അവന്റെ അമ്മ അകന്ന് പോയിരുന്നത്. എന്നാലും തന്റെ മകനെ വിട്ടിട്ട് എത്ര കാലം അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റും, അവനുമായിട്ട് ഒന്ന് അടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അമ്മ ശരിക്ക് ആ ഡോക്ടറെ കാണാൻ വന്നിരുന്നത്. എന്നാൽ നമ്മുടെ ഡോക്ടർ ആരെന്ന് വെച്ചാൽ ഒരു സൈക്കാട്രിക് അല്ലേ, ഇങ്ങനെ ഒരു തരത്തിലുള്ള തെറാപ്പി ചെയ്യാറുണ്ട്. അതായത് പല ആളുകളെ കൊണ്ട് ഡ്രാമ പോലെ അഭിനയിപ്പിച്ചിട്ട് പലരുടെയും പ്രശ്നങ്ങൾ അങ്ങനെ സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നാൽ ഹീറോയുടെ അമ്മ ഡോക്ടറെ കാണാൻ വന്നില്ലേ, ആ സമയത്താണ് ശരിക്ക് ഹീറോ പ്രണയിച്ചിട്ടുണ്ടായിരുന്ന മോക്ഷയും അതുപോലെ അവന്റെ കൂട്ടുകാരനും അവനെ ചതിച്ചത്. അതിലവന്റെ മനസ്സ് തകർന്നിട്ട് ജീവിതം തന്നെ ഇല്ലാതെയാക്കാൻ അവൻ തീരുമാനിച്ചില്ലേ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അമ്മയുമായിട്ട് ഒന്നിച്ച് ചേർക്കാനും വേണ്ടിയിട്ടാണ് ശരിക്കും ഡോക്ടർ ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ കുറച്ച് നാളിന് ശേഷമാണ് ഡോക്ടറിനൊരു കാര്യം മനസ്സിലാവുന്നത്, ഹീറോയുടെ അമ്മയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട്. അപ്പോൾ അതൊക്കെ അപഹരിക്കണമെങ്കിൽ ഓൾറെഡി ഹീറോയ്ക്ക് അമ്മയോട് തീരാത്ത ദേഷ്യമില്ലേ, ആ ഒരു തീയൊന്ന് ആള് കത്തിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണ് അമ്മയെ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടാക്കിയിട്ട് അവരുടെ അരികിലേക്ക് ഹീറോയെ ഹെഡ് അയച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ശ്രേയ ഓൾറെഡി ഹീറോയെ പ്രണയിക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഡോക്ടറുടെ എല്ലാ പ്ലാനും ഹീറോയോട് അവൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീട്ടില് എവിടെയാണ് ക്യാമറ ഉള്ളതെന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഓൾറെഡി അറിയാലോ. ക്യാമറ ഇല്ലാത്ത ഭാഗത്ത് വെച്ച് ശ്രേയയ്ക്ക് ഒരു കിസ്സും കൊടുത്തിട്ടാണ് ഹീറോ തന്റെ അമ്മയെ കാണാൻ വന്നേ. അമ്മയാണെങ്കിൽ അവരുടെ നേരേക്ക് ഗണ്ണ് ചൂണ്ടി ഷൂട്ട് ചെയ്തില്ലേ, എന്നിട്ടും എന്താ ബുള്ളറ്റ് വരാത്തെ? അതായത് ഓൾറെഡി ഹീറോ എടുത്തുകൊണ്ടെന്ന ഗണ്ണില് അവൻ ബുള്ളറ്റ് ലോഡ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഹീറോ അമ്മയുടെ മുമ്പില് മുട്ടുകുത്തിയിട്ട് പറയുന്നുണ്ട്, അമ്മയെ എനിക്ക് വേണ്ടിയിട്ടായിരുന്നോ അമ്മ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ, എന്റെ ജീവൻ തിരിച്ചു പിടിക്കാന് അമ്മ ശ്രമിച്ചു എന്നറിഞ്ഞപ്പോഴാണ് എന്നോട് അമ്മയ്ക്ക് എത്രയൊക്കെ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിയുന്നത്. എന്നാൽ അതിനുള്ളിലെ ഡോക്ടറും അവന്റെ അടയാൾക്കാരും ആ ഒരു സ്ഥലത്ത് ചുറ്റി വളയാണ്. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ കരുതിയതൊന്ന്, എന്നാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന്. എന്തായാലും കുഴപ്പമില്ല, ഇനി നിങ്ങളെ ഞാൻ പുറത്തു വിടുന്നില്ല,
രണ്ടിനും ഞാൻ തീർത്തേക്കാം. അങ്ങനെ ഹെഡിന്റെ അടിയാൾക്കാരോട് ഹീറോ തീർക്കാന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ഹീറോയുടെ നേർക്ക് അവര് പാഞ്ഞെടുക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ അവരെ ഓരോരുത്തരെയും ബ്ലോക്ക് ചെയ്തിട്ട് അടിച്ച് പിഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവസാനം ഡോക്ടർ ഒഴികെ ഡോക്ടറിന്റെ എല്ലാ അടിയാൾക്കാരെയും അടിച്ച് നിലംപരിശാക്കിയിട്ടുണ്ട്. അവസാനം ഡോക്ടറോട് ഫൈറ്റിന് വരാൻ പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, ഫൈറ്റ് അത് വേണ്ട, നമുക്ക് വേറൊരു ഗെയിം സെറ്റ് ചെയ്യാം. എന്താ നീ റെഡിയാണോ? അതായത് ആരാണ് ഡിസംബിൾ ചെയ്തിട്ടുള്ള ഒരു ഗണ്ണ് ഏറ്റവും വേഗത്തില് അസംബിൾ ചെയ്ത് സെറ്റ് ചെയ്യുന്നത് അയാൾ വിന്ന്, അയാൾക്ക് എതിരെയുള്ള ആളെ ഷൂട്ട് ചെയ്യാം. നമ്മുടെ ഹീറോയ്ക്കും ഗണ്ണ് സെറ്റ് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞതിന് ഹീറോ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഗണ്ണ് സെറ്റ് ചെയ്യാണ്. അവസാനം നമ്മുടെ ഹീറോയാണ് ഗണ്ണ് ആദ്യം സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഡോക്ടറിനെ ഷൂട്ട് ചെയ്യാനേ ആ ഒരു ഗണ്ണ് മാറ്റി എടുക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കൊല്ലണമെന്നുണ്ട്, പക്ഷേ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം എന്റെ അമ്മയുമായിട്ട് ഒന്നിക്കാൻ നിങ്ങളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. എന്നാൽ ഡോക്ടർ ആണെങ്കിൽ ഹീറോ കൈ താത്തിയപ്പോൾ അവന് ഷൂട്ട് ചെയ്യാൻ ഗണ്ണ് പൊക്കുകയാണ്. അപ്പോഴാണ് ഒരു സിലിണ്ടർ ഒരു സൈഡിൽ പോയിട്ട് പറന്നൊന്ന് അടിക്കുന്നത്. അതിൽ മുകളിലുണ്ടായിരുന്ന സീലിംഗ് പൊളിഞ്ഞിട്ട് ഡോക്ടറുടെ തലയിൽ വീണിട്ട് അയാൾ ഓൺ ദ സ്പോട്ടിൽ പടമായിട്ടുണ്ട്. ആ ഒരു സിലിണ്ടർ ഇപ്പോ അങ്ങനെ പറന്നു വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ കാരണം വേറെ ആരുമല്ല, നമ്മുടെ ഹീറോനായിട്ടുള്ള ശ്രേയ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ശ്രേയയും ഹീറോയുടെ അരികിലേക്ക് ഓടി വരുന്നുണ്ട്. അങ്ങനെ അവളെ ഹീറോ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവസാനം അവര് 3 പേരും ഒന്നിച്ചതായിട്ട് നമ്മൾ കാണാണ്. അടുത്ത സീല് നമ്മൾ കാണുന്നത് ഒരു പെൺകുട്ടി കാർ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലിരുന്ന് വല്ലാതെ കരയാണ്. അവസാനം അവളൊരു മോശം തീരുമാനം എടുത്തിട്ടുണ്ട്, ജീവിതം തന്നെ അവസാനിപ്പിക്കാനേ. അങ്ങനെ ആ കാറിനുള്ളിൽ ഒരു കെമിക്കൽ ഗ്യാസ് സ്പ്രെഡ് ചെയ്ത് പതിയെ അവളുടെ ജീവൻ തന്നെ അവൾ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോഴാണ് അവൾക്കൊരു ഫോൺ കോൾ വരുന്നത്. നിങ്ങൾ മരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഒരു അവസരവും തരാം. ആദ്യ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ 1 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരും. അതായത് ആ ഫോൺ ചെയ്തത് അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ തന്നെയാണ്. അതായത് ആരെങ്കിലും മരിക്കാനൊരു തീരുമാനം എടുത്താൽ അവരെ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാന് ഓൾറെഡി നമ്മുടെ ഡോക്ടർ ഉണ്ടാക്കിയ ആ ഒരു പദ്ധതിയില്ലേ അത് ഹീറോ ഫോളോ ചെയ്യാണ്. അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻഡിങ്ങോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കഥ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആവശ്യത്തിൽ കൂടുതൽ ട്വിസ്റ്റിൽ ഉണ്ടായിരുന്നില്ലേ? ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോയി കൂട്ടുകാരെ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ കൂട്ടുകാരിലേക്ക് അതുപോലെ ഫാമിലിയിലേക്ക് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി കഥയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.